ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏറെ അനുഗ്രഹീതവും സ്തുത്യർഹവുമായ ഒരു രാത്രിക്ക് നമ്മൾ സാക്ഷികളാകുന്നു. റമദാനിലെ ആദ്യത്തെ ജുമുഅയുടെ രാത്രിയാണ് ഇന്ന്. അതിൻ്റെ മഹത്വങ്ങൾ, അധികരിച്ച പ്രതിഫലങ്ങളെല്ലാം ഹദീസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നോമ്പുകാരെ സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോമ്പ് ഒരു സ്വകാര്യമായി നിർവഹിക്കുന്ന ആത്മീയമായ ഒരു ഇബാദത്ത്. അത് നമ്മുടെ പെരുമാറ്റങ്ങൾ വഴി പ്രതിഫലം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയേക്കാം. നോമ്പ് സഹീഹാവുകയും ചെയ്യും. നോമ്പ് സാധുവാകുന്നതിന് ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുക എന്ന നിബന്ധനയാണ് മൊത്തത്തിലുള്ളത്. എന്നാൽ അതിൻ്റെ പ്രതിഫലത്തെ ഹനിച്ചു കളയുന്നത് അസ്സൗമു ജുന്നത്തുൻ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നോമ്പ് ഒരു കവചമാണ്. ഒരു വിശ്വാസിയുടെ അവനെ സംരക്ഷിക്കുന്ന മൊത്തത്തിലുള്ളൊരു കവചമാണ്. ഈമാനിനെ, ഇഹ്സാനിനെ, ഇഖ്ലാസിനെയൊക്കെ സംരക്ഷിക്കുന്നതാണ് നോമ്പ്. മാലം യഹ്റുഖുഹ, അതിനെ തകർത്ത് കളയാത്തപ്പോഴെല്ലാം, ആ നോമ്പിനെ പൊളിച്ച് കളയാതിരിക്കുമ്പോൾ. ഇപ്പോൾ സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് നോമ്പിനെ കരിച്ചു കളയുക അല്ലെങ്കിൽ പൊളിച്ചു കളയുക എന്ന് പറഞ്ഞത്? അൽ കെദിബു വൽ ഗീബത്തു, കളവ് പറയുക, ഗീബത്ത് പറയുക. ഗീബത്തിൻ്റെ ഇനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുമെങ്കിലും പരമാവധി അത് പറയാനും കേൾക്കാനുമാണ് മനുഷ്യർക്ക് ഏറെ കൗതുകവും താല്പര്യവും. കാരണം അത് നമ്മളെയല്ല പറയുന്നത്, മറ്റുള്ളവരെയാണ്. അപ്പം മറ്റുള്ളവരെക്കുറിച്ച് പറയാനാണ് ഏറ്റവും 100 നാവാണ് ആളുകൾക്ക്. അത് കുറ്റമായിരുന്നാലും കുറവായിരുന്നാലും ശരിയായിരുന്നാലും ആ വർത്തമാനം ഒഴിവാക്കണമെന്നാണല്ലോ ഹദീസിൽ നിർദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഗൗരവമായി കണ്ട കാര്യവും കളവും ഗീബത്തുമാണ്. കളവ് പറയൽ അവൻ്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി ഉണ്ടാക്കും. അത് വർദ്ധിക്കും തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കളവ് പറയൽ അവസാനം അവൻ്റെ ഹൃദയം കറുത്തിരുണ്ട ഒരു ഭാഗമായി തീരും. അത് കഠിനമായ. അങ്ങനെ കളവ് പറയുന്ന ശീലം വർദ്ധിപ്പിച്ചാൽ ഈമാനിൻ്റെ പ്രഭ ഹൃദയത്തിലിരിക്കാൻ സ്ഥലമില്ലാതായി തീരുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈമാൻ ഒരു വെളിച്ചമാണ്, അതൊരു പ്രകാശമാണ്. അതിന് ഇടമില്ലാത്ത വിധം ഹൃദയം കറുത്തിരുണ്ടു പോവുക, അതാണ് കളവ്. ഇയ്യാക്കും വൽ കെദിബ, നിങ്ങൾ കളവ് പറയുന്നത് സൂക്ഷിക്കണം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ ഈ കളവ് പറയുക വഴി സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ ഒന്നുകിൽ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു കാര്യത്തിന് സ്വാഭാവികമായും കളവ് പറയാറില്ല. അത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അലൈഹിർ റഹ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള
ഒരവസ്ഥാന്തരം അവർ തമ്മിലുള്ളൊരു അഭിപ്രായ ഭിന്നതയും രേഖപ്പെടുത്തുന്നതാണത്. ഇമാം മുസ്ലിം അലൈഹി റഹ്മ പറഞ്ഞത്, ജനങ്ങൾ കളവ് പറയാൻ തുടങ്ങിയപ്പോൾ, അതൊന്നുകിൽ രാജാവിനെ മാറ്റുന്നതിനോ രാജാവിനെ സ്ഥാപിക്കുന്നതിനോ അധികാരം, അല്ലെങ്കിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതിന്, അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആർക്കും ആരിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. കളവ് പറയാൻ തുടങ്ങിയപ്പോൾ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക, ആരെയാണ് കേൾക്കുക? ഇത് റാവികൾക്കിടയിലുള്ള സ്വഭാവം വിവരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. 2 ഗീബത്താണ്. അത് ഒരാൾ മറ്റൊരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പറയുന്ന ഏതു വർത്തമാനവുമാണ്. അത് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ബുഖാരിയിൽ വന്ന ഒരു ഹദീസ്. ഏതൊരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവർ നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്. ഫൽയഖുൽ ഖൈറൻ, പറയുന്നയാൾക്കും അതുവഴി ഗുണമുണ്ടാകണം, കേൾക്കുന്നവർക്കും നന്മയുണ്ടാകണം. ഇല്ലെങ്കിൽ വർത്തമാനം പറയാതിരിക്കലാണല്ലോ ഉത്തമം. അവിൽ യസ്മുത്ത് എന്നാണ് ഹദീസിൽ വന്നത്. 2, നോമ്പ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പലരുടെയും ജീവിതത്തിൽ ഒരുപാട് ഫർള് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമസ്കാരം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ വഴികളൊന്നുമില്ല. എന്നാൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ വഴികളുണ്ട്. നോമ്പ് നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് മൊത്തത്തിൽ വന്ന ഹദീസുകളെ വിശകലനം ചെയ്തിട്ട് ഇമാം ഷാഫി അലൈഹി റഹ്മ പറഞ്ഞത്, മാതാപിതാക്കൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചുപോയി. അത് വലിയ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾക്ക് ആ നോമ്പ് പിടിച്ചു വീട്ടാം. അപ്പോൾ അവരുടെ ബാധ്യതയിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ ഒഴിവാവുകയും ചെയ്യും. 3 ഹദീസുകളാണ് മൊത്തത്തിൽ അതിന് ഉദ്ധരിക്കുക. അതിലൊന്ന് മുത്തഫഖുൻ അലൈഹിയാണ്. എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും മുസ്ലിമും കൂടി ചേർന്ന് ഉദ്ധരിച്ചതാണ്. അത് ഉദ്ധരിക്കുന്നത് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹിർ റഹ്മയിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അങ്ങനെ ആർക്കെങ്കിലും നോമ്പ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ വലിയ ആ നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി ഇമാം മുസ്ലിം മാത്രം ഉദ്ധരിച്ചൊരു ഹദീസാണ്. നബിയുടെ അടുത്തൊരു സഹാബി വന്നിട്ട് ചോദിച്ചു, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്താണ് ചെയ്യുക? അപ്പോൾ നബി അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ചോദ്യം തന്നെ ഇനി അടുത്തൊരു സ്ത്രീയോടും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നീ തന്നെയല്ലേ അത് വീട്ടുക? അതെ. അള്ളാഹുവിനുള്ള കടമാണ് ഏറ്റവും അർഹമായതും അവകാശമായതും നിനക്ക് വീട്ടാൻ, അഥവാ നിനക്ക് നോമ്പെടുത്ത് വീട്ടാം. മൂന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിച്ച ഇമാം മുസ്ലിമിലെ ഒരു ഹദീസാണ്. അതിലൊരു സ്ത്രീ വന്നിട്ട് അവളുടെ ഉമ്മയുടെ നഷ്ടപ്പെട്ട നോമ്പിനെ കുറിച്ചാണ് ആവലാതിപ്പെട്ടത്. അതിനെങ്ങനെയാണ് പരിഹരിക്കുക എന്ന്. അപ്പോഴും ഈ ചോദ്യമാണ് ഉണ്ടായത്, കടബാധ്യതയുണ്ടെങ്കിൽ നിനക്ക് വീട്ടൽ ബാധ്യതയല്ലേ? അതെ. എന്നാൽ നോമ്പും അങ്ങനെയാണ്. ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് മഹാനായ ഇമാം ഷാഫി അലൈഹി റഹ്മ പറഞ്ഞു, ഈ വിഷയത്തിൽ എൻ്റെ അറിവിൽ ആർക്കും അഭിപ്രായാന്തരമുള്ളതായി എനിക്കറിയില്ല. ഏതാണ്ട് എല്ലാവരും ഏകാഭിപ്രായക്കാരാണ് ഈ വിഷയത്തിൽ, മസ്അലയിൽ ഭിന്നതയില്ലാതെ. അതുകൊണ്ട് അങ്ങനെ നോമ്പെടുത്ത് വീട്ടാം. ഫിദിയ നൽകേണ്ടി വരുന്നത് അതൊരു കാലത്ത് ഒരു പ്രായമുള്ള മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ ആരെങ്കിലും ആകട്ടെ, നോമ്പെടുക്കാൻ കഴിയാത്തവർ അവർ ഫിദിയ കൊടുക്കണമെന്നാണ്. അവർക്കതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ അവകാശികളാണ് ആ ഫിദിയ നൽകേണ്ടത്.
ഫിദിയ ഈ ചോളം, ഒരു മുദ് ചോളം എന്നൊക്കെയാണ് അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ ഉദ്ധരിച്ച മുസ്നദിലെ ഒരു ഹദീദ്. എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി എളുപ്പം ഒരു ദിവസത്തെ ഭക്ഷണം ഒരു സാധുവിന് നൽകുക എന്നിടത്താണ് ഫുഖഹാകളായ എല്ലാ ഇമാമുകളും ഏകോപിച്ചത്. അപ്പോൾ പ്രായശ്ചിത്തമാണത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, പ്രവാചകൻ പറയുന്നത്, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത്, അതുപോലെ തന്നെ നോമ്പ് പിടിക്കാൻ അവനെ സഹായിക്കുന്നതും, ഇത് രണ്ടും വലിയ പുണ്യമാണ്. അതാണ് ഇവിടെ ഈ ഫിദിയ വഴി ഉണ്ടാകുന്നത്. നോമ്പ് തുറക്കാൻ സഹായിക്കുന്നു, നോമ്പ് എടുക്കാനും സഹായിക്കുന്നു. അപ്പോൾ വയറ് നിറയെ ഒരാൾ ഭക്ഷണം ഊട്ടിയാൽ, അവന് ദാഹമടങ്ങുമാറ് വെള്ളം നൽകിയാൽ, മഹ്ശറയിൽ ഹൗലുൽ കൗസറിൽ നിന്ന് അവന് വയറ് നിറയെ വെള്ളം കുടിപ്പിക്കുന്നതാണ്. പിന്നീട് അവന് ദാഹം എന്ന ഒന്നുണ്ടാവുകയില്ല. അത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. ആ കാര്യവും എല്ലാവരെയും ഉണർത്തുന്നു. അപ്പോൾ നാളെ ജുമുഅ ദിവസമാകുമ്പോൾ പരമാവധി ആളുകൾക്കൊരു ഉണർവ് വേണം. ഇത് ജുമുഅയാണ്, ഇത് റമളാനിലെ ജുമുഅയാണ്. അങ്ങനെ ഒരു ജുമുഅ നമുക്കങ്ങോട്ട് പിരിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ജുമുഅ നഷ്ടപ്പെട്ടു പോകും. അത് വീണ്ടെടുക്കാൻ വഴികളില്ല. അടുത്ത ജുമുഅ പിന്നത്തെ വെള്ളിയാഴ്ച ഉണ്ടാവുക. എല്ലാ അനുഗ്രഹങ്ങളുടെയും സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ജുമുഅ. അഗതികളുടെ ഒരു വലിയ ആഘോഷമായ പെരുന്നാൾ, ദരിദ്രരായ ആളുകളുടെ ഹജ്ജ്, ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ജുമുഅ നഷ്ടപ്പെടുന്നത് ഒന്നുകിൽ വർത്തമാനം പറയുക, അല്ലെങ്കിൽ അശ്രദ്ധമായി അലസമായി ജുമുഅയെ കാണുക. നമുക്കതൊന്നൊരു വിഷയമല്ല. ജുമുഅ ഖുത്ബ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറെ ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ്. ആ കേൾക്കലാണ് ഫർള്. കാരണം ഖുർആൻ കൽപ്പിച്ചതാണല്ലോ ജുമുഅയുടെ ഖുത്ബ കേൾക്കാൻ. ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ, നിങ്ങൾ വേഗത കാണിക്കേണ്ടത് ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിനാണ്. ഇമാം തബരി അടക്കം ഖുർആൻ തഫ്സീറിൻ്റെ ഇമാമുകളെല്ലാം ആ ദിക്റിന് പറഞ്ഞ അർത്ഥം ഖുത്ബ എന്നാണ്. പക്ഷെ നമ്മളെ ആൾക്കാരിരുന്ന് നല്ലൊരു സുഖമായിട്ട് ഉറങ്ങാൻ വെള്ളിയാഴ്ച വരാറുണ്ട്. കാലേ കൂട്ടി ചാരിയിരുന്ന് ഭംഗിയായിട്ട് ഉറങ്ങും. അപ്പോൾ ഈ നോമ്പുകാരന് കളവ് നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നത് പോലെ, ഗീബത്ത് നഷ്ടപ്പെടുത്തുന്നത് പോലെ ജുമുഅ സ്വഹീഹാകും. പക്ഷേ ആ വെള്ളിയാഴ്ചയുടെ ഒരു ഫലവും അയാൾക്ക് ലഭിക്കുകയില്ല, ഒരു പ്രതിഫലവും. അത് അല്ലാഹുവിൻ്റെ കൽപ്പനയെ നിസ്സാരവൽക്കരിച്ചു എന്ന കുറ്റമാണ് അതിൻ്റെ പിന്നിലുള്ളത്. എല്ലാവരെയും ജാഗ്രതയോടെ ജുമുഅയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.